കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്കെതിരായ അപകീർത്തികരമായ പോസ്റ്റുകൾ നീക്കാൻ ബോംബെ ഹൈക്കോടതിയുടെ നിർദ്ദേശം. E20യുമായി ബന്ധപ്പെട്ട മന്ത്രിക്കും കുടുംബത്തിനുമെതിരെ പ്രചരിക്കുന്ന പോസ്റ്റുകളിലാണ് നടപടി. പോസ്റ്റുകൾ ഉടനടി പിൻവലിക്കാൻ മെറ്റ, എക്സ്, ഗൂഗിൾ എന്നിവയ്ക്ക് കോടതി കർശന നിർദ്ദേശം നൽകി. സർക്കാർ എഥനോൾ ഇന്ധന നയത്തിൽ അഴിമതി നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾക്കും AI നിർമ്മിത ഉള്ളടക്കങ്ങൾക്കുമെതിരെ ഗഡ്കരി നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ ഇടപെടൽ. ലാൽകുമാർ വിശദാംശങ്ങളുമായി. ലാൽ, അപ്പോൾ ഗഡ്കരി തന്നെ സമർപ്പിച്ച ഹർജിയിന്മേലാണിപ്പോൾ ബോംബെ ഹൈക്കോടതിയുടെ ഈ ഉത്തരവ്. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് വ്യക്തികളുടെ പോസ്റ്റുകളാണോ അധിക്ഷേപങ്ങളാണോ കാര്യമായും ഈ സോഷ്യൽ മീഡിയ പേജുകളിൽ നിറഞ്ഞത്, അതോ ഏതെങ്കിലും ഗ്രൂപ്പുകളുടേതാണോ? ഇതിപ്പോൾ നീക്കം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ശ്രമകരമായൊരു കാര്യമായിരിക്കും മെറ്റയെ സംബന്ധിച്ചിടത്തോളം? സൈഫുദ്ദീൻ, E20 ഇന്ധനവുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ ഇത്തരത്തിൽ വ്യക്തിപരമായ രീതിയിൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്നു, തനിക്കും തന്റെ കുടുംബത്തിനും അനുഭവിക്കേണ്ടി വന്നു എന്ന് കാട്ടിയാണ് ഗഡ്കരി ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇത്തരത്തിൽ വീഡിയോ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. കൃത്രിമ ബുദ്ധിയോടുകൂടി നിർമ്മിച്ച വീഡിയോകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് മാനഹാനി ഉണ്ടാക്കി, തന്നെ അപകീർത്തിപ്പെടുത്തി എന്ന് കാണിച്ചുകൊണ്ടാണ് ഗഡ്കരി ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിലാണ് ഇപ്പോൾ കോടതി ഉത്തരവുണ്ടായിരിക്കുന്നത്. കോടതി പറയുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഉൾപ്പെടെ എത്രയും പെട്ടെന്ന് ഈ പൊതു പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറ്റണം എന്ന കാര്യമാണ് ഈ വിവിധ പ്ലാറ്റ്ഫോമുകൾക്ക് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ 11 കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ടാണ് തനിക്ക് അപകീർത്തി സംഭവിച്ചു എന്ന കാര്യം ചൂണ്ടിക്കാട്ടി ഗഡ്കരി കോടതിയെ സമീപിച്ചത്. ഇതിലാണ് ഇപ്പോൾ സുപ്രധാനമായ വിധി ഉണ്ടായിരിക്കുന്നത്. ബോംബെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഏതാണോ ഈ വീഡിയോകൾ, ഏത് തരത്തിലാണ് അപകീർത്തികരം എന്ന് പറയുന്ന ഈ വീഡിയോകൾ, വീഡിയോകൾ ഉൾപ്പെടെ പിൻവലിക്കണം എന്ന കാര്യമാണ് ഇപ്പോൾ ബോംബെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ശരി, ലാൽകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്ന്.